ഇതാണ് നമ്മൾ തല. ഈ തലനെ നമുക്ക് എടുത്തിട്ട് പൊട്ടിച്ചാലോ? തല തല്ലി പൊട്ടിക്കുന്നുണ്ട് എല്ലാവർക്കും കാണണ്ട. അയ്യോ, ഇതിനെ കൊണ്ടാണ് അമ്മ പൊട്ടിക്കുന്നത്. എന്താ കുറച്ചാണ് പൊട്ടുന്നില്ലല്ലോടാ. അയ്യോ, പൊട്ടുന്നില്ല കേട്ടാ. നമുക്ക് ആരോടെങ്കിലും ഇല്ലേ ദേഷ്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അയാളെ മനസ്സിൽ വിചാരിച്ചിട്ടില്ലേ ഒറ്റ കുത്തിൽ കുത്തണം. അപ്പോൾ ഒരു കുത്തിന് രണ്ടാവുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കട്ടെ. അപ്പോൾ ദേഷ്യമില്ലാതെ പവർ ഭയങ്കരമാണ് കേട്ടോ. ദേഷ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരേ ഒരു വ്യക്തിയോട് ദേഷ്യമില്ല കേട്ടോ. ആ വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു കുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊട്ടിയിട്ട് വല്ലാത്തപ്പോ ഉറപ്പാ. രണ്ട് കുത്തന്നെ നമുക്ക് പൊട്ടിച്ച് ശരിയാക്കി എടുക്കാം. മൂന്നാമതും കൂടി ഒന്ന് കുത്തി നോക്കട്ടെ. ഒരു 10 മടങ്ങും നോക്കാം നമുക്ക്. ഇല്ല, ഭയങ്കര പവറുണ്ട് കേട്ടാ. ഒന്നും കൂടി നോക്കട്ടെ. എൻ്റെ പറച്ചോനെ അപ്പോൾ കുറേ കുത്ത് ഞാൻ കൊടുക്കേണ്ടി വരും മിക്കവാറും. അവസാനം ഇതാ നമ്മളിതിനെ പൊളിച്ചെടുത്ത് അതിൻ്റെ അകത്തുള്ള സാധനം ഉണ്ടാവും. തലച്ചോറ് എന്നുള്ള സാധനം അതാണ് ഇതിട്ടാ. ഇതാണ് പറയുന്നത്, നമ്മൾ കുറച്ച് പരിശ്രമിച്ചാലേ നമുക്ക് എല്ലാ ശത്രുക്കളെയും നേരിടാനും കഴിയും. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന കാര്യം അത് ചെയ്യാനും പറ്റും. അതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്കിത് എന്ത് കാര്യം നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾക്കത് നേടിയെടുക്കാൻ പറ്റും നേരായ മാർഗത്തിലൂടെ. ഓക്കേ.